നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണം, അതിനെതിരെയുള്ള ഇന്ത്യയുടെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ കാര്യസമിതി യോഗത്തിലടക്കം നീക്കങ്ങൾ ഇന്ത്യ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കാനാണ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പ്രതിരോധ മേഖലയിലുള്ള നമ്മുടെ സേനയോടക്കം എല്ലാ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളത് നിർദ്ദേശം കൂടെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാന് ആദ്യം ഒരു നയതന്ത്രപരമായിട്ടുള്ള തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീതട കരാർ അടക്കം വേണ്ട, അത് മരവിപ്പിക്കുന്ന ഇന്ത്യയുടെ നീക്കം തന്നെയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു. അതിർത്തി കടന്നവർക്ക് മെയ് 1 മുൻപ് തിരിച്ചെത്താം. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം. SVS വിസയിൽ ഇന്ത്യയിലുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം. ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. കനത്ത ജാഗ്രത തുടരണമെന്നാണ് സേനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരേത് നിമിഷവും പാകിസ്ഥാന് ഇന്ത്യ വലിയൊരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചത് വൻ പ്രതിസന്ധിയാണ് പാകിസ്ഥാന് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത്. സാമ്പത്തികപരമായി നിലവിൽ വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത പ്രഹരമാണ്. സിന്ധു നദീജല ഉടമ്പടിയൊന്നും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് ഉന്നതതല യോഗത്തിന് ശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത്. സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നതും ഇതുവഴിയാണ്. അതാണിനി തടസ്സപ്പെടുക. ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാൻ അകത്ത് തന്നെ വലിയ കലാപത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ്. ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യകളെയും ബാധിക്കും. സാമ്പത്തിക വെല്ലുവിളികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കുമെന്നതിൽ സംശയമില്ല. ഇനി വളരെ വിശദമായി തന്നെ എന്താണ് ഈ സിന്ധു നദീജല കരാർ എന്നുള്ളത് പരിശോധിക്കാം. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നത്. ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു. അതേസമയം ഏകദേശം 99 ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, സലം എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരിക്കുന്നത്. സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിന്റെ ഏകദേശം 30% ഇന്ത്യക്കും ബാക്കി 70% പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീഴ്ചയാണ് ഈ കരാർ വഴി ഇന്ത്യ നൽകിയിരിക്കുന്നത്. അത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ്. കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനം, ഗതാഗതം, മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട്. സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1947-48 ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്ക വിഷയമായിരുന്നു. എന്നാൽ 1960 ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.
ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കരാർ റദ്ദാക്കലാണ് ഇപ്പോൾ 65 വർഷത്തിന് ശേഷം നടന്നിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണിത്. ജനങ്ങൾ പട്ടിണിയിലാവുമ്പോൾ മറുപടി പറയേണ്ടി വരിക ആ രാജ്യത്തെ ഭരണകൂടമാണ്. എത്ര ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചാലും പരിധി വിടുമ്പോൾ ജനവികാരം സർക്കാരിന് എതിരാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്കായി മാറുന്നത്. ഇത് ഒരു സഹകരണ മാതൃക കൂടിയായിരുന്നു. അതിർത്തി കടന്നുള്ള ജലം പങ്കിടൽ ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയത്. മറ്റൊന്ന്, ജലപ്രവാഹം ലഭിക്കുന്ന രാഷ്ട്രത്തിന് അനുകൂലം. ഉടമ്പടി പ്രകാരം ഉത്ഭവത്തിനപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാന് അനുകൂലമായിരുന്നു കരാർ. സിന്ധു നദീജല സംവിധാനത്തിന്റെ ഏകദേശം 80% വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയും. 1944 US മെക്സിക്കോ ജല ഉടമ്പടി പ്രകാരം മെക്സിക്കോയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏകദേശം 90 മടങ്ങ് കൂടുതലാണ് പാകിസ്ഥാന് ലഭിക്കുന്നത്. മറ്റൊന്ന്, സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാർ. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു. 2001-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല. മറ്റൊന്ന്, ആഗോള മാതൃക. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന അടിവരയിടുന്ന കരാർ ആഗോളതലത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒന്നായിരുന്നു. കരാർ നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് പോലും കരാർ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. ഇതാദ്യമായാണ് 2 രാജ്യങ്ങളിൽ നിന്ന് കരാർ താൽക്കാലികമായി റദ്ദാക്കുന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. 18 സൈനികർ കൊല്ലപ്പെട്ട 2016-ലെ ഉറി ആക്രമണത്തെ തുടർന്ന് IWTയിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും കടുത്തൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരുന്നില്ല. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷമായി സിന്ധു നദീജല കരാർ പിരിമുറുക്കങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്. കരാർ പരിഷ്കരിക്കണമെന്ന് 2023 ജാനുവരിയിൽ ഇസ്ലാമാബാദിനോട് നോട്ടീസ് മുഖാന്തരം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് സെപ്റ്റംബറിൽ കരാർ പുനഃപരിശോധനയും പരിഷ്കരണവും ആവശ്യപ്പെട്ട് മറ്റൊരു ഔദ്യോഗിക നോട്ടീസും നൽകിയിരുന്നു. കരാർ നിലവിൽ വന്നിട്ട് 2025-ൽ 65 വർഷം തികയുകയാണ്. കരാറിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യത്തിലൂടെ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഉടമ്പടി റദ്ദാക്കാനോ അതിന്മേൽ പുനർചർച്ച നടത്താനോ ആണെന്നായിരുന്നു വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. മാറിയ സാഹചര്യങ്ങൾ കാരണം സിന്ധു നദീജല ഉടമ്പടി പുനഃപരിശോധിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നതിനാൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വേണമെന്ന ന്യായമായിരുന്നു ന്യൂഡൽഹി മുൻപോട്ട് വെച്ചത്. ജനസംഖ്യാപരമായി സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, പാരിസ്ഥിതിക വെല്ലുവിളികൾ, ഊർജ്ജാവശ്യങ്ങൾ, അതിർത്തി കടന്നുള്ള ഭീകരത എന്നിവ മുൻനിർത്തിയായിരുന്നു ഇന്ത്യ കരാറിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേസമയം കരാറിൽ ഒരു എക്സിറ്റ് ക്ലോസ് ഇല്ലാത്തതിനാൽ ഇന്ത്യക്കോ പാകിസ്ഥാനോ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ലെന്നും വിവരമുണ്ട്. ഉടമ്പടിക്ക് അവസാന തീയതിയില്ല. മാത്രമല്ല, ഏതൊരു ഭേദഗതിക്കും 2 കക്ഷികളുടെയും സമ്മതം ആവശ്യമാണ്.